ദിലീപിനെ കുറ്റം പറയുന്നവര് വീട്ടിൽ പോയിട്ടിരുന്നിട്ട് മാനത്തോട്ട് നോക്കി ഇങ്ങനെ കൊക്കോന്ന് കുരച്ചോണ്ടിരുന്നാൽ മതി. മോഹൻലാലിന്റെ ഒരുപാട് സീൻ നമുക്ക് കാണാൻ നമ്മൾ ആഗ്രഹം. പിന്നെ കിട്ടില്ല സാധനം, ഒരു രക്ഷയില്ലാത്ത അത്ര കിട്ടില്ല സാധനം. മോഹൻലാൽ പറഞ്ഞതോടുകൂടി ലാസ്റ്റ് എസ് ജെ സൂര്യ കംപ്ലീറ്റ് ഫുൾ അഴിഞ്ഞാട്ടം. ദിലീപിന്റെ 100 കോടി കൂടെ ഉണ്ടല്ലോ. 100 കോടി അടിക്കാത്തതാണ്. ദിലീപ് പിൻബാക്ക് വന്നിട്ടുണ്ട്, കിട്ടില്ലാട്ട് വന്നിട്ടുണ്ട്. പിന്നെ ദിലീപിനെ കുറ്റം പറയുന്നവര് വീട്ടിൽ പോയിട്ടിരുന്നിട്ട് മാനത്തോട്ട് നോക്കി ഇങ്ങനെ കൊക്കോന്ന് കുരച്ചോണ്ടിരുന്നാൽ മതി. അല്ല, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ദിലീപ്. അത് അവരവരെ ഇഷ്ടം, കാണാത്തവരെ കഴിക്കാൻ പറയുന്നില്ല. ദിലീപിനെതിരെ കുരയ്ക്കാൻ നിൽക്കുന്നവർ വീട്ടിൽ ഇങ്ങനെ ഇറങ്ങി മനത്തോട്ട് നോക്കിയിട്ട് കുരച്ചോണ്ടിരിക്കണം. സൂപ്പറായിട്ടുണ്ട് പടം, നല്ല എൻ്റർടൈൻമെൻറ്റ്. പടം എങ്ങനെയെങ്കിലും ചോദിച്ചില്ല. അതേപോലെ അല്ല, മൂവിയല്ല, ഒരു ഷോ ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഷോ കാണൂല, അത്രയ്ക്ക് എനർജറ്റിക് ആയിട്ടൊരു പാക്കേജാണ്. മോഹൻലാൽ പറഞ്ഞതോടുകൂടി ലാസ്റ്റ് എസ് ജെ സൂര്യ കംപ്ലീറ്റ് ഫുൾ അഴിഞ്ഞാട്ടം. അടിപൊളി, അത്രയ്ക്കൊരു ഷോ. പടം ഒരു രക്ഷയില്ല. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാട്ടമാണ്. പോയി കാണാൻ നമ്മൾ ലാലേട്ടൻ്റെ ദിലീപേൻ്റെ ഇതുവരെ ഇല്ലാത്ത കിടിലം കോംബോ അത് ഒരു പടത്തിലും കിട്ടൂല. ഇത് നല്ലൊരു അവസരമാണ് നമ്മൾ കിട്ടിന് അടിച്ച് പൊളിക്കാനുള്ള അവസരം. ലാലേട്ടൻ വന്ന് തകർത്തു. ദിലീപേട്ട ഒരു രക്ഷയില്ല, രണ്ടുപേരും കൂടെ കോംബോ അടിപൊളി. സൂപ്പർ ഹിറ്റാണ് പടം, ഒന്നും പറയാനില്ല. കാരണം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 8 വർഷത്തിൻ്റെ കാത്തിരിപ്പാണ്. അതായത് ഈ 8 വർഷത്തിനിടയ്ക്ക് രാമലീലയ്ക്ക് ശേഷം ദിലീപായിട്ട് ഇത്ര വലിയൊരു ഹിറ്റ് പടം കിട്ടിയത്. പ്രിൻസ് ഫാമിലി ഹിറ്റായിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ ലെവലിൽ നിന്ന് പറയാനായിട്ടൊരു പടം വന്നിട്ടില്ല. ആക്ടിങ് വളരെ രസമായിട്ടുണ്ട്. രണ്ടുപേരുള്ള കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. കാരണം സിനിമ ഒരു വലിയൊരു മാധ്യമമാണ്, അതിലൊരുപാട് പേര് വർക്ക് ചെയ്യുന്നതാണ്. സോ അവരെ മാനിച്ചാണ് നമ്മൾ കാണാൻ വന്നത്. സിനിമ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല കേസിൽ നിന്ന് കുറ്റമുക്തരാക്കിയ ശേഷമുള്ള ആദ്യ ചിത്രമാണ്. പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ ആഗ്രഹമില്ല. സിനിമ ഒരു മാധ്യമമാണ്, അതിലൊരുപാട് പേര് വർക്ക് ചെയ്യുന്നു. അവരെ മാനിച്ചാണ് നമ്മൾ സിനിമ കാണാൻ വന്നത്. ബാക്കി സിനിമ നോക്കുമ്പോൾ ഒരു ആർട്ട് എന്നുള്ള നിലയ്ക്ക് സിനിമ 100% വിജയമാണ്. അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. മോഹൻലാലിന്റെ ഒരുപാട് സീൻ നമുക്ക് കാണാൻ നമ്മൾ ആഗ്രഹം. പിന്നെ കുറെ പാട്ടുകൾ, പഴയ പാട്ടുകൾ, അതെല്ലാം ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദിലീപേട്ടന്റെ കോംബോ ഒരു വേറെ ലെവലാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജനപ്രിയ നായകന്റെ തിരിച്ചുവരവാണിത്. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? എങ്ങനെയുണ്ട് ദിലീപേട്ടനും ലാലേട്ടനും എങ്ങനെയുണ്ട് വന്നപ്പോൾ? അടിപൊളിയായിരുന്നോ? അപ്പം അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. കാരണം ഓവറോൾ ഫസ്റ്റ് തൊട്ട് ആ ഒരു എൻഡ് ചെയ്യുന്നത് വരെ പടം നല്ലൊരു എൻ്റർടൈനിങ് ആയിരുന്നു. ഒരിക്കലും ലാഗ് തോന്നിയിട്ടില്ല. പിന്നെ ലാലേട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ, അത് വന്ന് നിന്നാലേ നമുക്കത് ആവേശമാണ്. അതും കൂടെ വന്നപ്പോഴത്തേക്ക് പടം വേറെ ലെവലിലോട്ട് മാറി. ഗംഭീര പടമായിരുന്നു, ഒന്നും പറയാനില്ല. എന്തായാലും വേണം, 100 കോടിയുടെ സാധനമാണ്. നിങ്ങൾ പോയി കാണാം. അടിച്ച് പൊളിക്കാനുള്ള സാധനം. പിടിച്ചിരുത്താനുള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്. കുറേ സിനിമകളെ റെഫറൻസും ഉണ്ട്. കിട്ടില്ല സാധനം, ഒരു രക്ഷയില്ലാത്ത അത്ര കിട്ടില്ല സാധനം. എന്തായാലും ഇപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയത് നമ്മൾ ക്രിസ്മസ് തൂക്കി, അങ്ങനെയാണ് പറയാം. വേണ്ടേ മോഹൻലാലിൻ്റെ കോമ്പിനേഷൻ ഫുള്ളും ഒന്നും പറയണ്ട. മോഹൻലാൽ പറഞ്ഞോടെ തന്നെ, ലാലേട്ട് പറഞ്ഞോടെ തന്നെ പിന്നെ അങ്ങ് മാറണം. ആ റേഞ്ചൊക്കെ മാറണം പടത്തിൻ്റെ. എന്താ പറയുക, ഒരു ലോജിക്ക് വെച്ച് ഒന്നും ആലോചിക്കണ്ട. ലോജിക്ക് ഒന്നും ആലോചിക്കണ്ട. പടം കംപ്ലീറ്റ്ലി നമ്മളെ പിടിച്ചിരുത്തണം. ഒരു ചെറിയ സീൻ പോലും നമുക്ക് അങ്ങനെ ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലാത്തൊരു സീനില്ല. അത്ര അടിപൊളിയാണ് പടം.